പി.ടി. സാറേ, ഉണ്ട് കണ്ടോ? എന്താ സാറേ? ആ കൊമ്പിൽ ആരാ ഇരിക്കുന്നത് നോക്ക്. ഒറ്റ മൈൽ. എന്ത് പണിയാ സാറേ? എന്നെ വിളിച്ച് കാണിച്ചു. ഇനി എനിക്ക് പണി കിട്ടൂലേ? സേവിയറിനോട് പണി കിട്ടാൻ വേണ്ടിയാ സേവിയറിനെ വിളിച്ച് കാണിച്ചത്. ഇത് പുതിയ ആളാ. ആ ഹലോ പി.ടി. സാർ. വായിക്കുവോ? ഇല്ല, നല്ലോണം പാടും. എന്നാൽ വായിച്ചോ, ഇല്ലെങ്കിൽ നല്ലോണം പാടുപെടും. ബീയിങ് എ ഹ്യൂമൻ ബീയിങ് ഹു ഡസൻ റീഡ് ഇറ്റ്സ് ജസ്റ്റ് എ ബയോളജിക്കൽ ആക്സിഡൻറ്റ് എന്ന ഫേമസ് കോട്ട് കേട്ടിട്ടുണ്ടോ? പിന്നെ അത് കേട്ടിട്ടുണ്ട്. ആ, എന്നാൽ അങ്ങനെ ഒരു കോട്ടില്ല, ഞാൻ ഇപ്പോൾ ഉണ്ടാക്കിയതാ. അയ്യേ പറ്റിച്ചേ. ആരാന്ന് മനസ്സിലായോ? ഇവിടെ പിന്നെ ഇതാരാണെന്ന് മനസ്സിലായോ? ആ അതറിയാം. ആരാ? ഞാനാ. ഇതാരാണെന്ന് മനസ്സിലായോ? ഇതാരാന്ന് സാറിന് അറിഞ്ഞൂടെ? എനിക്കറിയാം, തനിക്കറിയാമെന്ന് പറ. അതൊക്കെ നടക്കും സാറേ. എടോ, ഈ പ്രതിമ ആരുടേതാണെന്നാണ് എൻ്റെ ചോദ്യം. പേര്? വിജി തമ്പിദ്ദളവ. ആര്? ചരിത്രം അറിയത്തില്ലെങ്കിൽ അറിയില്ല. അറിയില്ല സാറ് വരാ. ആരാണ് ഇദ്ദേഹം? ഇദ്ദേഹമാണ് സർ വില്യം ഹാർബർ. ഓ, എൻ്റെ നാക്കിൻ്റെ തുമ്പത്തുണ്ടായിരുന്നു. അത് തുപ്പൽ, ഇത് വില്യം ഹാർബർ. സാർ, ഞാൻ സംശയം ചോദിച്ചോട്ടെ, ഇത്ര വിവരവും വിദ്യാഭ്യാസവും വായത്താളുള്ള സാർ ഇങ്ങനെ ജയിലിലായ വല്ല എൻസൈക്ലോപീഡിയ മോട്ടിച്ചേനാ? അല്ല, കൊലപാതകം. മനുഷ്യനെ അല്ല, പിന്നെ മനുഷ്യനേക്കാൾ വിലയുള്ളൊരു സാധു ജീവിയെ, നമ്മുടെ ദേശീയ മൃഗത്തെ. കരടിയ? കടുവ. സാർ കടുവയെ കൊന്നാ? ഞാൻ ഒരിക്കലും ഓർക്കാൻ ആഗ്രഹിക്കാത്തൊരു രാത്രിയാണ്. സത്യമംഗലം കാടുകളിൽ കലമാലുകളുടെ കൊമ്പുകൾ വരുന്നൊരു ഫംഗസിനെ പറ്റി റിസർച്ചിന് ശേഷം ഞാൻ കാട്ടിൽ നിന്ന് എൻ്റെ ജീപ്പിൽ റിവേഴ്സ് എടുത്ത് തിരിച്ച് മടങ്ങുകയായിരുന്നു. പെട്ടെന്ന് ജീപ്പ് എന്തിലോ കയറി. കല്ലാണെന്നാണ് ആദ്യം കരുതിയത്. പക്ഷേ അത് കല്ലല്ലായിരുന്നു. 4 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺ കടുവ. വിഷമിപ്പിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ഷി വാസ് പ്രഗ്നൻറ്റ്. എനിക്ക് പറ്റിയൊരു കയ്യബദ്ധം. ഞാൻ ആ റിവേഴ്സ് എടുക്കുമ്പോൾ ഒന്നുകൂടെ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ. ഓ, അങ്ങനെ.